പോര്. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ വടി ഇല്ല നടക്കാറായി, വടി മാറ്റണമെന്ന്. താങ്ങാൻ ആളുണ്ടെങ്കിലേ ഉള്ളൂ തളർച്ച. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ തെങ്കാശിക്കടുത്തുള്ള ആലംകുളം ആയുർവേദ നാച്ചുറോപ്പതി ഹോസ്പിറ്റലാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പെട്ടെന്ന് സംഭവിച്ചത്? ഇത് പെട്ടെന്ന് ഒരു വിരലിന് വന്നതാണ്. ഇനി ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് ഞങ്ങള് കുറെ ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിനി. അപ്പൊ ഡോക്ടർമാര് ആദ്യം പോളിയോ അങ്ങനത്തെ ഒരു ഇതാണ് പറഞ്ഞിന്, എന്താന്നുള്ള മനസ്സിലായില്ലേ. എന്നുവെച്ചാൽ ഊശലിന് പോയിട്ടുണ്ട്, പിന്നെ കുറെ മെഡിക്കലിൽ കുറെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണ് ഇങ്ങോട്ട് വന്നത്? നമ്മള് തിരുവനന്തപുരം പോയിണ്ടേനി, മെഡിക്കൽ കോളേജ് ശ്രീചിത്രയിൽ പോയിണ്ടേനി. അപ്പൊ അവിടുന്നൊക്കെ ഓല് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കേസാണ്. ഇനി അതിനുശേഷം ഞങ്ങൾ കുറെ സ്ഥലത്ത് പോയിട്ടുണ്ട്. പിന്നെ സാറിന്റെ ആഡ് ഞങ്ങളൊരു ഫേസ്ബുക്കിന്റെ ഇതിൽ ഇവൻ തന്നെ കണ്ടതാ. അപ്പൊ അന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഇപ്പൊ ഞങ്ങൾ അതിനുശേഷം ഇങ്ങോട്ട് വന്നതാ. അത് ശരി. എത്ര പ്രായമായി പുള്ളിക്ക്? 33 വയസ്സായിട്ടുള്ളൂ. ചെക്കൻ വെറും പയ്യനാണ്. പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് സ്വദേശിയാണ് നിൽക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതിലും വളരെ മോശം അവസ്ഥയിലാണ് ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. എന്തായാലും ഞാൻ വലിയ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാം. എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഡോക്ടറാണ്. ഡോക്ടറോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ഇദ്ദേഹം ശരിക്കും നടക്കുമോ? ഇനി നടക്കുന്നുണ്ട്. എന്താണ് സഹോദരന്റെ ഇദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ഞാൻ അത് കണ്ടില്ലല്ലോ. ഞങ്ങള് നല്ല പിടിച്ചങ്ങനെ നടക്കാണ്. ഇപ്പൊ കുറച്ച് ദിവസം ട്രീറ്റ്മെന്റിനോട് തനിയെ നടക്കുന്നുണ്ട്. 20 ദിവസമായി വന്നിട്ട്? 20 ദിവസമായി. ഫുഡ് കഴിക്കത്തില്ലായിരുന്നു നേരത്തെ അല്ലേ? ഫുഡ് കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും എന്താ വെച്ചാൽ ചുമ വരും. ഇപ്പം അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കഴിക്കാൻ പറ്റുന്നുണ്ട്. രണ്ട് കൈകൾക്കും സ്വാധീനക്കുറവുണ്ട് അല്ലേ? ഈ നട്ടലിന്ന് വ്യാപിച്ചിട്ടുള്ള ഒരു നരമ്പ് വരുന്നുണ്ട്, നട്ടലിന്റെ ഉള്ളിൽ കൂടെ വരുന്ന നരമ്പിന് ഡാമേജ് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കോഴിക്കോട് എവിടെ താമസിക്കുന്നത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്ത്. നല്ല ദൂരമാണ് ഇവിടത്തേക്ക്. എന്നാലും ഒരു ആയുർവേദത്തെ അല്ലെങ്കിൽ ഒരു മരുന്നിന് തേടിയുള്ള യാത്രയിൽ ഇവിടെ എത്തിയിരിക്കുകയാണ് അല്ലേ? ദൈവം അനുഗ്രഹിച്ച് എന്തായാലും ഡോക്ടറുടെ കൈകളിലൂടെ ഇത് പൂർണ്ണമായും ഭേദമാകുമെന്ന് നമുക്കിത് കാണുമ്പോൾ തന്നെ, ഇവിടുത്തെ ഒരു ഈ സിറ്റുവേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരുപാട് രോഗികളെ നമുക്ക് വേറെയും കാണാനുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തെയാണ് ഇക്കുറി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ആയുർവേദം എന്നത് നമ്മൾ തീർച്ചയായും അറിഞ്ഞ് ചികിത്സിക്കേണ്ടതാണ്. അത് ചെയ്യേണ്ടവരാണ് ചെയ്യേണ്ടത്. അത് പ്രകൃതിയിൽ നിന്നും നേടിയെടുക്കുന്ന ദൈവം നമുക്ക് തന്നൊരു വരദാനം കൂടിയാണ്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ആയുർവേദത്തെക്കുറിച്ച് പഠിക്കുകയും അറിയുകയും കേൾക്കുകയും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അനുഭവസ്ഥനാണ് ഞാൻ കൂടി. ഈ കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുന്നേ എനിക്കുണ്ടായിരുന്ന ഒരു ബാക്ക് പെയിൻ, അത് ഞാൻ ആയുർവേദത്തിലൂടെയാണ് മാറ്റിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ വിശ്വസ്തമായ ഒരു സ്ഥലത്ത് ഞാൻ നിൽക്കുന്നത്, തമിഴ്നാട്ടിലാണ് നിൽക്കുന്നത്. പ്രത്യേകമായ ഡോക്ടറെ, നമുക്ക് ഇവിടെ എന്ത് ട്രീറ്റ്മെന്റ് ആണ് നടക്കുന്നത്? ഇവിടെ സ്ട്രോക്ക് ആണ് മെയിൻ, രണ്ടാമത് സോറിയാസിസ്, മൂന്നാമത് ബാക്ക് പെയിൻ. ഇനി ചോദിക്കാനുള്ളത്, എത്ര വർഷമായി സാറിന്റെ എക്സ്പീരിയൻസ്? എന്റെ വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 20 വയസ്സ് തൊട്ട് തുടങ്ങിയ. അത് കണ്ടാലൊരു ഡോക്ടർ പവർ ഒന്നുമില്ല കേട്ടോ. സാധാരണക്കാരനായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാണ് ഡോക്ടർ. അതെനിക്ക് മനസ്സിലായി. കാര്യം നമ്മളിവിടെ വന്നപ്പോൾ തന്നെ അവരുടെ സ്നേഹവും അവരുടെ സഹപ്രവർത്തകരുടെ ആ പെരുമാറ്റത്തിലൂടെ നമുക്ക് മനസ്സിലായി ഡോക്ടർ ഇതാണ്. ഈ ഡോക്ടറെ കൈവച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നടന്നു, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കോഴിക്കോട് നിന്ന് വന്നിരിക്കുന്ന ഒരു രോഗിയാണ്. കൂടാതെ നമുക്ക് കുറച്ചധികം ആൾക്കാരെ ഇവിടെ കാണാനുണ്ട്. ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഇവിടെ പറയാനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക്, സുഹൃത്തുക്കൾക്ക്, അയൽക്കാർക്ക് ഈ വീഡിയോ പങ്കുവെച്ച് അവരിലൂടെ എത്തിക്കുക. കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലം തമിഴ്നാടാണ്. കൊല്ലം ജില്ലയിൽ നിന്ന് ഞാൻ യാത്ര ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ 137 കിലോമീറ്ററാണ് എനിക്ക് വന്നത്. പക്ഷേ എനിക്ക് അതിശയകരമായ കുറേ കാര്യങ്ങളും വാർത്തകളും ഇവിടെ കാണാൻ സാധിച്ചു. അത് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഡോക്ടറെ, നമുക്ക് മറ്റു രോഗികളോടെ കാണണം, നമ്മുടെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം. ഇതുപോലെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനപ്പെടണം ഈ വീഡിയോയും ഈ സ്ഥാപനവും ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥ ഇതിലും മോശമായിരുന്നൊരു അവസ്ഥയിൽ നിന്നാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അല്ലേ? ഏതെല്ലാം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും? ഒരുപാട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ഇനി പറഞ്ഞ എന്താ വെച്ചാൽ മെഡിസിൻ ഇനി അതിൽ വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. ഞങ്ങളോട് പറഞ്ഞ ഫിസിയോതെറാപ്പി മാത്രമേ ഉള്ളൂ ഇനി ചെയ്യാനുള്ളൂ എന്നാണ് പറഞ്ഞത്. വേറെ മരുന്ന് കാര്യങ്ങളൊന്നും. ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ഭക്ഷണം കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരുന്നാണ് ഇനി. പക്ഷെ ഫിസിയോതെറാപ്പി ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ടും അധികമായിട്ട് വേറെ ഒരു മാറ്റം കാണുന്നില്ല. അതിനുശേഷം ഇവിടെ വന്നപ്പോഴാണ് കുറച്ച് മാറ്റം കാണാൻ. ഇപ്പം അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ട് പുള്ളിക്ക് അല്ലേ? സന്തോഷമായിട്ടുണ്ട്. സംസാരിക്കാൻ ഒട്ടും കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ രോഗിയെ കൊണ്ട് സംസാരിപ്പിക്കാത്തത്. കാരണം പുള്ളിക്ക് സംസാരിച്ചാൽ തിരിഞ്ഞു വരുന്നില്ല. അത് കുറച്ചുകൂടെ കാലതാമസം എടുക്കും. ഡോക്ടർ അതും സംസാരിപ്പിച്ച ഇവിടുന്ന് വിടത്തോളം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റു 2 രോഗികളോടെ കാണാം.
അതിനുശേഷം ബാക്കി പറയാം. 2-3 മാസത്തിന് മുമ്പ് ഈ ആശുപത്രിയിൽ വന്ന് ചികിത്സയ്ക്ക് വന്നതാണ്. ഇവിടെ വന്ന് ഞാൻ നേരത്തെ ഒരു 40% നടക്കത്തുള്ളായിരുന്നു. ഇപ്പൊ ഞാൻ ഏതാണ്ട് 80-90% വരെ നടക്കാറായി. ഇപ്പൊ എനിക്ക് നടത്തയ്ക്ക് ശകലം കൂടെ ഇപ്പൊ ഞാൻ 3 ദിവസം കൊണ്ട് വീണ്ടും ഇവിടെ ചികിത്സയ്ക്ക് കൂടെ വന്നതാണ്. ഇപ്പൊ എനിക്ക് ഏതാണ്ട് 90% സ്പീഡിൽ നടക്കാൻ പറ്റുന്നുണ്ട്. ഈ സ്ഥാപനത്തിന് വിശ്വസിച്ച് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാൻ പറ്റും. ഇത് തെങ്കാശി ആലങ്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഡോക്ടറോട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ രോഗികളുണ്ട്. ഇവിടുത്തെ ചികിത്സിക്കാൻ ഈ ഹോസ്പിറ്റലിൽ തികയാഞ്ഞിട്ട് സാറ് വാടകയ്ക്ക് എടുത്തുകൂടെ ഒരു കെട്ടിടത്തിലാണ് രോഗികളെ ചികിത്സിക്കുന്നത്. ഈ സ്ഥാപനത്തിൽ വന്നു പോകുന്നവർ ആർക്കും അസുഖം മാറാതെ പോയിട്ടില്ല. ഇപ്പം തന്നെ ഇവിടെ സ്റ്റോക്ക് പേഷ്യന്റ് 8ഓളം പേര് ഇപ്പൊ ഉണ്ട്. ഇവിടെ ഇപ്പൊ 8ഓളം. പേരെന്തായിരുന്നു? സുമൻ. സുമൻ തമിഴ്നാട്ടുകാരനാണല്ലേ? ஓகே மேனேஜரா ஜாயின் பண்ணல இங்க. நான் ஃபர்ஸ்ட் பேஷண்டா வந்தேன் இங்க. அது சரி. 2019ல ஹாஸ்பிடல் ஓபன் பண்ணப்போ ஃபர்ஸ்ட் பேஷண்ட் அட்மிட் ஆகி பேக் பெயினுக்கு ட்ரீட்மெண்ட் எடுத்து கியூர் ஆகி அப்புறம் 1 மந்த் வீட்ல ரெஸ்ட் எடுத்துட்டு சார் தான் கூப்பிட்டாங்க, வா இங்க ஜாயின் பண்ணிக்க அப்படின்ட்டு. அப்ப അക്കൗണ്ടന്റാ ജോയിൻ பண்ணி അത് ശരി സൂപ്പർവൈസറായി മാനേജർ. രോഗം വന്നൊരു ജീവിതത്തോടെ കിട്ടി ഇല്ലേ? അതാണ് രോഗിയായിട്ട് വന്ന ആള് ഈ ഹോസ്പിറ്റലിന്റെ ഒരു ഭാഗമായി മാറി അന്ന് തൊട്ട് ഇന്ന് വരെയും ഡോക്ടർക്കൊപ്പം സഞ്ചാരിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു. ബാക്ക് പെയിനുമായിട്ടാണ് വന്നത്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ കേട്ടോണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, സ്റ്റേജ് 3 നടക്കാൻ മുടിയാത്. അത് ശരി, നടക്കാൻ പറ്റാത്ത ഒരാളായിട്ട് വന്നു. പടുത്ത എந்திக்க முடியாது, ரொம்ப ஹெவியா இருந்துச்சு. அந்த ரேஞ்சில வந்து சார் கியூர் பண்ணி 30 டேஸ்ல. അപ്പൊ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? பேக் பெயின் இருக்கா, ஷுவரா அங்கே வாங்க, லொக்கேஷன் போடுறேன், நம்பர் போடுறேன், கேட்டு வாங்க. கண்டிப்பா 30 டேஸ்க்குள்ள சரி பண்ணிட்டு போயிடலாம். ഇവിടെ ഇരുന്ന സ്ട്രോക്ക് പേഷ്യൻസിന് അതുപോലെ നടുവേദന ഈ പേഷ്യൻസിന് ആദ്യം കൊടുക്കുന്ന മരുന്ന് ഇവനെയാണ്, കരിങ്കോഴിയാണ് കൊടുക്കുന്നത്. ഒരുപാട് കോഴിയെയും കോഴികളെയും ഇൻക്യുബേറ്ററിലും മുട്ടയും വെച്ചിട്ടുണ്ട്. കരിങ്കോഴിയുടെ ഒറിജിനൽ കരിങ്കോഴിയാണ്. അപ്പം ഇതാണ് പണ്ട് മുതലേ ചെയ്തു വരുന്ന ഒരു രീതി. അല്ല, ഇവിടെ സ്ട്രോക്ക് പേഷ്യൻസ് ഞാൻ ആദ്യം വരുമ്പോ കൈപ്പനരഞ്ചി എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അപ്പൊ അതാണ് ആദ്യം, അതിന്റെ ജ്യൂസാണ് കൊടുക്കുന്നത്. രണ്ടാമത് ഇവർക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ കരിങ്കോഴിയെ സൂപ്പാക്കിയിട്ട് മരുന്നൂടെ ചേർത്തിട്ട്, അതായത് വെച്ചാൽ ഒരു കരിങ്കോഴിയെ മൊത്തം അതിന്റെ എല്ല് സെപ്പറേറ്റ് ആക്കും, മാംസം സെപ്പറേറ്റ് ആക്കും. എല്ലും മാംസം കൂടെ രണ്ടായിട്ട് ഇടിക്കും. ഇടിച്ചു കഴിഞ്ഞതിന് ശേഷം അതിന്റെ കൂടെ മരുന്നുകളും കൂടെ ചേർത്ത് സൂപ്പാക്കിയിട്ട് 3 ദിവസം കൊടുക്കും. മോനെ, ഞങ്ങളൊരു പുതിയ പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ട്. വജ്രാഞ്ജലി എന്നും പറഞ്ഞ മുട്ടുവേദന നടുവേദനക്കാർക്ക് വേണ്ടി ഒരു തൈലം. ഇതാണ് വജ്രാഞ്ജലി. അത് ശരി, ചങ്ങലം വരണ്ട. അപ്പൊ ഇവിടെ ഈ പ്ലോട്ട് നിറയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇത് ഇടിച്ചു പിഴിഞ്ഞ നീരെടുത്തിട്ടാണ് മറ്റു മരുന്നൂടെ ചേർത്താണ് ഞങ്ങള് വജ്രാഞ്ജലി എന്നും പറഞ്ഞ ഇപ്പം പ്രൊഡക്റ്റ് ഇറങ്ങിക്കഴിഞ്ഞ ചെടി സമൂലം എടുക്കും. സമൂലം എടുത്തിട്ട് അത് ഉരലിൽ തന്നെ ഇടിച്ച് നീരെടുത്തിട്ട് അതിന് കടൽ വെള്ളമായിട്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് നമ്മളെ ട്രെയിൽക്കകത്ത് ഒഴിച്ചത് അത് ഉപ്പാക്കി അതിൻ്റെ കൂടെ 1-2 മരുന്നുകൂടെ ഞങ്ങൾ ആഡ് ചെയ്യും. എന്നിട്ട് മദ്യപാനികൾ അറിയാതെ അവരുടെ വീട്ടുകാരുടെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇവിടെ വരുന്നവർക്ക് കൗൺസിലിംഗ് ഉണ്ട്. കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം എല്ലാ ഞായറാഴ്ചയും കൗൺസിലർ വരും കേരളത്തിൽ നിന്ന്. അവർ കൗൺസിലിംഗ് ചെയ്തതിന് ശേഷം അവർക്ക് കൊടുക്കും മദ്യപാനം. അതായത് നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള മരുന്ന് ഇവിടെ നട്ട് ഇവിടെ തന്നെ എല്ലാം ഉണ്ട്. ഏക്കറണക്കിനുണ്ടല്ലോ, ചെയ്യാലോ, ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഈ സ്ട്രോക്ക് പേഷ്യൻസിനെ കൈ പൊങ്ങാതെയൊക്കെ വരുന്നവർക്ക് പ്രസാരണി എന്ന് പറഞ്ഞ മരുന്നാണ്. ഇതിൽ നിന്നാണ് ഞങ്ങൾ പൂനാക തൈലം ഉണ്ടാക്കുന്നത്. പൂനാക തൈലം എന്നറിയാമോ? മനസ്സിലായില്ല, പറഞ്ഞോളൂ. മണ്ണര കമ്പോസ്റ്റ് ഉണ്ടാക്കും. മണ്ണര കമ്പോസ്റ്റ്, വാഴയുടെ തളത്തിൽ നിന്ന് കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് മണ്ണരയെ പിടിച്ചിട്ട് അതിനെ ഉപ്പ് വെള്ളത്തിലിടും. മഞ്ഞളും ഉപ്പും കലർത്തിയ വെള്ളത്തിലിട്ട് അത് കഴിയുമ്പോൾ അതൊരുമാതിരി വെള്ള കളറിലാവും. അതിന്റെ ആ വെയിറ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നെയ്യും മഞ്ഞപ്പൊടിയും നെയ്യും കൂടെ പുരട്ടി മേളി വെച്ച് ഉണക്കും. എന്നിട്ട് ഇതിന്റെ കഷായം പ്രസാരണി അല്ലെങ്കിൽ പച്ച പ്രസാരണി ഇട്ടാണ് അതും കൂടെ ഇടിച്ചു പിഴിഞ്ഞ നീരും കൂടെ കാച്ചി ഞങ്ങള് തൈലം തയ്യാറാക്കും. സ്ട്രോക്ക് പേഷ്യന് അത് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പൂനാ തൈലം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാണ്. ആ തൈലമാണ് അവർക്ക് 10 മില്ലി വീതം വൈകുന്നേരം കഷായത്തിൽ ചേർത്ത് ഉള്ളി കൊടുക്കും. അപ്പൊ നമ്മൾ അകത്തോട്ട് പോകുകയാണെങ്കിൽ ഷുഗറിനെ കുറിച്ച് സംസാരിച്ച് എന്തോ ഒന്ന് പറഞ്ഞു തരാന്ന് പറഞ്ഞു. ഷുഗർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായ മരുന്ന്, പൂവ്, ആവാരം പൂ. ഇത് 2-3 കാര്യത്തിനുണ്ട്. ഇതിപ്പോ എക്സ്പോർട്ടിങ്ങിന് പോകാൻ വേണ്ടിട്ട് ഇപ്പൊ ഇത് പൂവാ, പടിപ്പൂ. ഇതിന്റെ കഷായം വെച്ച് കൊടുക്കും, വെള്ളം തിളപ്പിച്ച് രാവിലെ കൊടുക്കും. അത് ശരി. പിന്നെ ഇത് ഒരുപാട് മരുന്നായിട്ട് നമ്മൾ ഇതിപ്പോ വെളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് കഴിച്ചാണ് ഷുഗർ ഇവിടെ വരുന്ന ഷുഗർ പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അല്ലേ? ഇത് മുഴുവൻ ഇപ്പം പാക്ക് ചെയ്ത് വെളിയിൽ പോവാം. ശരി, കുറെ അധികം മരുന്നുകൾ കാണുന്നുണ്ട്. ഇതെന്താണ്?
ജവാരമ്പൂവിന്റെ മുട്ടയിൽ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇറക്കാൻ പോവാ. ഈ ഫേസ് പാക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ പുറത്തോട്ട് അയക്കാനായിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. സാറേ ഇത് ഈ എന്താ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഇത് ഇപ്പൊ അവിടെ കഷായക്കാരക്കുള്ള മരുന്നായിരുന്നു. ഇത് പിന്നെ ഈ കലത്തില് ധാന്യാമ, ഇതെല്ലാം മൺചട്ടിയാണ് അല്ലേ? എല്ലാം മൺപാനയിലാണ്. ഇത് അതുകൊണ്ട് ഇതാ എന്താ ഓയില് ഇതിപ്പോ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കാണുന്ന അതാണ് നമ്മുടെ ഒരു മരുന്ന് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം അല്ലേ? അന്നുള്ള മരുന്ന് ഇന്നിപ്പോ ആ ഒരു പേഷ്യന്റ് ഇല്ലേ അവർക്കവിടെ കരിങ്കോഴിയാണിത്. അത് ഇഷ്ടമാണത്. എത്ര ജോലിക്കാരുണ്ട് മൊത്തം? 28 ആൾക്കാർക്ക് ജോലിയുണ്ട് ഇവിടെ. ആഹാ. ഇതിപ്പോ ഒരാൾക്കുള്ള കരിങ്കോഴി പറഞ്ഞ ആരും വിശ്വസിക്കുന്നത്. ഒരാൾക്കുള്ള കോഴി എണ്ണ വലിയ തവി എടുക്കണം. എണ്ണ സുമന വലിയ തവി ഒരു കോഴിയാണ് ഒരാൾക്ക് എന്റെ മരുന്നോട് ചേർന്ന്. ഇവിടെ വന്ന ആൾക്കാരൊക്കെ നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങോട്ട് നല്ല മരുന്നുകളാണ് എല്ലാത്തിലും. സാർ നേരത്തെ തീരെ നടക്കത്തില്ലായിരുന്നു അല്ലേ? ഇല്ല, എനിക്ക് നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഒരു മാസം കൊണ്ട് നല്ല ഒരു മാസം നടക്കലുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഇവിടെ വന്നപ്പോ കുറെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥാപനമാണ്, ആയുർവേദ ഹോസ്പിറ്റലാണ്. തികച്ചും നാച്ചുറലാണ്. ഇവിടെ തന്നെയാണ് കൃഷി, ഈ മരുന്നുകൾ കാര്യങ്ങളെല്ലാം കൃഷി ചെയ്തിരിക്കുന്നത്. നേരിട്ട് കണ്ട് അനുഭവിച്ച് നിങ്ങൾക്ക് മരുന്നുകൾ നിങ്ങൾക്ക് വാങ്ങാനും അത് ഉപയോഗിക്കാനും മറ്റുള്ളവരെ പരിചയപ്പെടുത്താനും ഒക്കെ നിങ്ങൾക്കും കഴിയും. ഒരുപാട് ആളുകൾ ഇതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവാം. ഒരുപാട് ആൾക്കാർ, അതായത് സ്ട്രോക്ക് വന്നിട്ടും സോറിയാസിസ് വന്നിട്ടും അതുപോലെ നടു ബഡ്ജായിട്ടും അങ്ങനെ മുട്ടുവേദന വന്നിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാർ, നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടാവും. അവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്തായാലും നിങ്ങൾ വിളിക്കുക, ലൊക്കേഷൻ അയച്ചു തരും. എപ്പോഴാണ് വരേണ്ടത്, എങ്ങനെയാണ് വരേണ്ടതെന്നൊക്കെ വഴി കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരും. നല്ല സപ്പോർട്ടാണ്. നിങ്ങൾക്കിവിടെ ഒറ്റയ്ക്ക് വരാം, കൂടെ ഒരാളുമായിട്ട് വരാം, അങ്ങനെ ഏത് രീതിയിൽ ഇവിടെ എത്താൻ പറ്റും. അപ്പം വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. നന്ദി. മറ്റ് പരിചയപ്പെടുത്തലുകളൊക്കെ ആയിട്ട് വീണ്ടും വരാം. നമസ്കാരം.